ഡിജിറ്റൽ ഇൻഫ്ലുവൻസർ ടാസ്ക് ഇന്ന് മുതൽ ആരംഭിച്ചിട്ടുണ്ട്. അതായത് 2/10/2024 മുതലാണ് ഈ ടാസ്ക് ആരംഭിച്ചിട്ടുള്ളത്. ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിൻ്റെ ഒരു ഡെമോ വീഡിയോ ആണ്. ഡിജിറ്റൽ ഇൻഫ്ലുവൻസർ എടുത്തവർ മാത്രമാണ് ഈ വീഡിയോ കാണേണ്ടതുള്ളൂ. മറ്റുള്ളവർ ഈ വീഡിയോ കാണേണ്ട ആവശ്യമില്ല. ആദ്യമായി നമ്മൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം ഇവിടെ മൂന്നാമത്തെ ഓപ്ഷനിൽ ഇൻഫ്ലുവൻസർ ടാസ്ക് എന്ന് വന്നിട്ടുണ്ട്. അതിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു ഓപ്ഷൻ വരും. ഒരല്പം മുകളിലോട്ട് സ്ക്രോൾ ചെയ്യുക. ഇവിടെ ചില സ്റ്റെപ്സ് നൽകിയിട്ടുണ്ട്. ഈ സ്റ്റെപ്പ് കമ്പൽസറി ഫോളോ അപ്പ് ചെയ്താലേ നമ്മുടെ വാലറ്റിലേക്ക് കാശ് കയറത്തുള്ളൂ എന്ന് പ്രത്യേകിച്ച് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇൻസ്ട്രക്ഷൻസ് കൃത്യമായി ഫോളോ അപ്പ് ചെയ്യണം. സ്റ്റെപ്പ് 1 പറയുന്നത് 2 ഓപ്ഷൻസ് ആണ്. ഇതിൽ ആദ്യത്തെ ഓപ്ഷനിൽ പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന വീഡിയോ മിനിമം 2 മിനിറ്റെങ്കിലും ഡ്യൂറേഷൻ ഉണ്ടാവണം. മിനിമം 2 മിനിറ്റ് ഡ്യൂറേഷൻ ഉണ്ടാവണം. മാക്സിമം എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല. ഏറ്റവും ചുരുങ്ങിയത് 2 മിനിറ്റെങ്കിലും ഉണ്ടാവണം എന്നാണ് ഫസ്റ്റ് ഓപ്ഷനിൽ പറയുന്നത്. അതുപോലെ സെക്കൻഡ് ഓപ്ഷനിൽ പറയുന്നത് നമ്മുടെ സ്വന്തം വോയിസ് വേണം കൊടുക്കാൻ. ഓൺ വോയിസ് മസ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സ്വന്തം വോയിസിൽ മാത്രമേ വീഡിയോ ഉണ്ടാക്കാവൂ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കരുത്. AI ഉണ്ടല്ലോ, അതൊന്നും ഉപയോഗിക്കരുത്. അതുപോലെ കാർട്ടൂണിക് വോയിസും കൊടുക്കാൻ പാടില്ല. ആനിമേഷൻ വോയിസ് ഒന്നും തന്നെ കൊടുക്കാൻ പാടില്ല. നമ്മുടെ സ്വന്തം വോയിസ് ഉപയോഗിച്ചിട്ട് മാത്രം നമ്മൾ വീഡിയോ ഉണ്ടാക്കുക. ഇനി ബ്രാക്കറ്റിൽ ഒരു കാര്യം കൂടി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ പറയുന്നത് മുഖം കാണിച്ചുകൊണ്ട് വീഡിയോ ഉണ്ടാക്കണം എന്നില്ല. നമ്മുടെ ഫേസ് കാണിക്കണം എന്നില്ല. വീഡിയോയിൽ ഫേസ് കാണിക്കാതെ തന്നെ നമ്മൾ വീഡിയോ ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് 2 കാര്യങ്ങളാണ് സ്റ്റെപ്പ് 1 പറഞ്ഞിട്ടുള്ളത്. ഇനി സ്റ്റെപ്പ് 2 എന്താണ് പറയുന്നത്? ഡോണ്ട് പോസ്റ്റ് അഡൾട്ട് കണ്ടൻറ്റ് ആൻഡ് പാർട്ട് ടൈം ജോബ് റിലേറ്റഡ് കണ്ടൻറ്റ്. അഡൾട്ട്സ് വീഡിയോസ് ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുമിച്ച് പാർട്ട് ടൈം ജോബിനെ പറ്റി പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോകളും പോസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് സ്റ്റെപ്പ് 2 പറയുന്നത്. ഇനി സ്റ്റെപ്പ് 3 എന്താണെന്ന് നോക്കാം. ഡോണ്ട് യൂസ് സെയിം ടോപ്പിക് ടു അനദർ വീഡിയോ മസ്റ്റ്. അതായത് ഒരിക്കൽ ഞങ്ങൾ നിർമ്മിച്ചിട്ട് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ അടുത്ത തവണയും പോസ്റ്റ് ചെയ്യാൻ പാടില്ല. ഒരു വീഡിയോ ഒരു തവണ മാത്രം പോസ്റ്റ് ചെയ്യുക. അതുപോലെ ഒരു വീഡിയോയിൽ എന്താണോ കണ്ടൻറ് ഉള്ളത് അത് മറ്റൊരു വീഡിയോയിൽ പുതുതായിട്ട് പറഞ്ഞിട്ടോ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടോ ഇടാനും പാടില്ല. ഓക്കെ, അങ്ങനെയാണ് സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത്. ഇനി സ്റ്റെപ്പ് 4 പറയുന്നത് മസ്റ്റ് മെൻഷൻ സ്പോൺസർ നെയിം ഇൻ യുവർ വീഡിയോ ടു യുവർ ഓൺ വോയിസ്. ഓക്കെ, നമ്മുടെ സ്വന്തം വോയിസിൽ സ്പോൺസറുടെ നെയിം പറയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സ്പോൺസർ നെയിം എവിടെയാണ് ലഭിക്കുക എന്ന് ചോദിക്കുന്നതാണെങ്കിൽ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കണ്ടോ, ദിസ് വീഡിയോ സ്പോൺസർഡ് ബൈ ജെൻ റിവ്യൂസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ സ്വന്തം വോയിസിൽ തന്നെ പറയേണ്ടതാണ്. ഇവിടെ നൽകിയിട്ടുള്ള ഇത്ര സംഭവങ്ങൾ മാറ്റർ ഏതെങ്കിലും മാറാൻ സാധ്യതയുണ്ട്. പക്ഷെ നിലവിൽ ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് സ്പോൺസറുടെ നെയിം ജെൻ റിവ്യൂസ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ജെൻ റിവ്യൂസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് അടുത്ത കണ്ടന്റിൽ ജെൻ റിവ്യൂസ് എഴുതിയത് മാറാനും സാധ്യതയുണ്ട്. അപ്പോഴേ അത് നോക്കിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. നിലവിൽ ഉള്ളത് സ്പോൺസറുടെ നെയിം ജെൻ റിവ്യൂസ് എന്നാണ്. അപ്പോൾ ആ ജെൻ റിവ്യൂസ് എന്നതാണ് പറയണം. നമ്മുടെ വീഡിയോയിൽ എവിടെയെങ്കിലും നടുക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മുടെ സ്വന്തം വോയിസിൽ പറയണം എന്നാണ് ഇവിടെ സ്റ്റെപ്പ് 4 പറയുന്നത്. In step 5, if you are not following our instruction, we are not giving payout for your video. സ്റ്റെപ്പ് 5 പറയുന്നത് ഇവിടെ നൽകിയിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് കൃത്യമായി ഫോളോ അപ്പ് ചെയ്തിട്ട് വീഡിയോ ഉണ്ടാക്കി പോസ്റ്റ് ചെയ്യുന്നതാണെങ്കിൽ മാത്രമേ പേ ഔട്ട് ലഭിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി അതിന് തൊട്ട് താഴെയുള്ളത് സ്പോൺസർഡ് കീവേഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു സ്പോൺസർഡ് കീവേഡ് എന്ന് പറയുന്നത് ഇവിടെ കൊട്ടേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഡബിൾ കൊട്ടേഷൻസ് മുതൽ ദ വീഡിയോ എന്ന് സ്റ്റാർട്ട് ആവുന്നുണ്ട്. അവിടെ മുതൽ എൻഡ് കൊട്ടേഷൻ ഇവിടം വരെ കോപ്പി ചെയ്തിട്ട് ഡിസ്ക്രിപ്ഷനിൽ പേസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതാണ് ഇത്ര കാര്യങ്ങൾ പറയുന്നത്. ഇനി അടുത്തതായിട്ട് പറയുന്നത് എൻ്റർ യുവർ വീഡിയോ URL എന്ന് പറയുന്നുണ്ട്. നമ്മുടെ യൂട്യൂബ് വീഡിയോയുടെ URL കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യണം. ഇനി അടുത്ത ഓപ്ഷനിൽ എൻ്റർ ടൈറ്റിൽ എന്ന് പറയുന്നത് വീഡിയോയ്ക്ക് ഒരു ടൈറ്റിൽ കൊടുക്കണം. ആ ടൈറ്റിൽ മിനിമം 10 വേർഡ്സിൽ കുറയാതെ വേണം എഴുതാൻ. ആ എഴുതിയ ടൈറ്റിലിനെ നമ്മൾ ഇവിടെ പേസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അടുത്തതായിട്ട് ഡിസ്ക്രിപ്ഷൻ.
ഇവിടെ പറയുന്നത് 30 വേർഡ്സിൽ കുറയാതെ രീതിയിൽ നമ്മൾ ആ വീഡിയോയെക്കുറിച്ച് എഴുതിയിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യണം. ഓക്കെ, ഇത്ര കാര്യങ്ങളായതിനു ശേഷം വേണം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ. ടൈപ്പ് ചെയ്ത ഉടനെ തന്നെ സബ്മിറ്റ് ചെയ്യരുത്, എല്ലാം ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. ഇവിടെ പറഞ്ഞ എല്ലാ ഇൻസ്ട്രക്ഷൻസും കൃത്യത ഉണ്ടോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അതല്ലെങ്കിൽ പേ ഔട്ട് ലഭിക്കില്ല എന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിനാൽ വീഡിയോയുടെ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആയതിനു ശേഷം ഇൻസ്ട്രക്ഷൻസൊക്കെ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുക. സ്റ്റെപ്പ് 1 എന്താണ് പറഞ്ഞത്, സ്റ്റെപ്പ് 2 എന്താണ്, സ്റ്റെപ്പ് 3, സ്റ്റെപ്പ് 4, സ്റ്റെപ്പ് 5 ഇതൊക്കെ എന്താണ് പറഞ്ഞത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിനുശേഷം ഇത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം, സ്പോൺസർ കീവേഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ചുവപ്പ് കളറിൽ കാണിച്ചിട്ടുണ്ട്. കോപ്പി ആൻഡ് പേസ്റ്റ് ബിലോ കണ്ടൻറ്റ് ടു യുവർ ഡിസ്ക്രിപ്ഷൻ ടോപ്പ് എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും മുകളിലാണ് ഇത് ടൈപ്പ് ചെയ്യേണ്ടത് എന്ന് ടോപ്പ് എന്ന് ഇവിടെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ കൃത്യമായിട്ട് നോക്കിയിട്ട് എല്ലാം 100% ഓക്കെ ആയതിനു ശേഷം മാത്രം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യണം. ഇവിടെ വീഡിയോ URL എന്ന് പറഞ്ഞിട്ടുണ്ട്. വീഡിയോ URL നിങ്ങൾ ഏത് വീഡിയോ ആണോ ഉണ്ടാക്കിയത് അതിൻ്റെ URL തന്നെ കോപ്പി ചെയ്ത് ഇടണം. അതായത് നമ്മൾ ഉണ്ടാക്കിയ വീഡിയോ അതല്ലാതെ യൂട്യൂബിൻ്റെ ടോട്ടലായിട്ടുള്ള നമ്മുടെ URL ലഭിക്കും. ആ URL കോപ്പി ചെയ്തിടരുത്. നിലവിൽ ഏത് വീഡിയോ ആണോ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അതിൻ്റെ URL ആണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, URL മാറിപ്പോകരുത്. വളരെ ശ്രദ്ധിച്ചിട്ട് വേണം പേസ്റ്റ് ചെയ്യാൻ. ഇവിടെ പേസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് നമുക്ക് വേണ്ടി നമ്മുടെ സ്വന്തം വാട്സാപ്പിലോ ഇല്ല ടെലിഗ്രാമിലോ വേറെ എവിടെയെങ്കിലും പേസ്റ്റ് ചെയ്തിട്ട് അതിനെ തന്നെ ക്ലിക്ക് ചെയ്ത് പ്ലേ ചെയ്തിട്ടൊക്കെ നോക്കാം. ആ വീഡിയോ തന്നെയാണോ, നമ്മൾ നിലവിൽ ഉണ്ടാക്കി വെച്ച വീഡിയോയുടെ URL തന്നെയാണോ നമ്മൾ ക്ലിക്ക് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ കോപ്പി ചെയ്തിരിക്കുന്നത് എന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് കൺഫേം ചെയ്തതിന് ശേഷം വേണം പേസ്റ്റ് ചെയ്യാൻ. ഓക്കെ, ടൈറ്റിലും പ്രത്യേകിച്ച് പറഞ്ഞ കാര്യം ശ്രദ്ധിക്കണം. ടൈറ്റിൽ പറഞ്ഞിട്ടുള്ളത് മിനിമം 10 വേർഡ്സിൽ കുറയാതെ ടൈറ്റിലാണ് ഹെഡിങ്, അതായത് ആ വീഡിയോനെ സംബന്ധിച്ചിട്ടുള്ളത്. അത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്യുക. അതുപോലെ ഡിസ്ക്രിപ്ഷൻ 30 വേർഡ്സിൽ കുറയാതെ വേണം ഇവിടെ ആ വീഡിയോയെക്കുറിച്ച് എഴുതാൻ. ഓക്കെ, ഇത്ര ആയതിനു ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് ചെയ്യേണ്ടത്.